मेरे रश के कमल तूने पहली नजर, मेरे रश के कमल तूने पहली नजर, जब नजर से मिलाई मजा आ गया। मेरे रश के कमल तूने पहली नजर, मेरे रश के कमल तूने पहली नजर, जब नजर से मिलाई मजा आ गया। मेरे रश के कमल तूने पहली नजर, मेरे रश के कमल तूने पहली नजर, जब नजर से मिलाई मजा आ गया। बर्फ सी गिर गई काम ही कर गई, बर्फ सी गिर गई काम ही कर गई, आग ऐसी लगाई मजा आ गया। मेरे रश के कमल तूने पहली नजर, मेरे रश के कमल तूने पहली नजर, जब नजर से मिलाई मजा आ गया। जाम में खोल कर हुस्न की मस्तियाँ, जाम में खोल कर हुस्न की मस्तियाँ, चांदनी मुस्कुराई मजा आ गया, चांदनी मुस्कुराई मजा आ गया। चांद के साए में मेरे साथिया, चांद के साए में मेरे साथिया, तूने ऐसी मजा आ गया। मेरे रश के कमल तूने पहली नजर, मेरे रश के कमल तूने पहली नजर, जब नजर से मिलाई मजा आ गया। ये फना शुक्र है आज बादे फना, ये फना शुक्र है आज बादे फना, हुस्न रख ली मेरे प्यार की आबरू, हुस्न रख ली मेरे प्यार की आबरू, अपने हाथों से हुस्ने मेरे कब्र पे, अपने हाथों से हुस्ने मेरे कब्र पे, चादरे गुल चढ़ाई मजा आ गया। मेरे रश के कमल तूने पहली नजर, मेरे रश के कमल तूने पहली नजर, जब नजर से मिलाई मजा आ गया। मेरे रश के कमल तूने पहली नजर, मेरे रश के कमल तूने पहली नजर,
दिलाई मजा आ गया. ഇനി വേറൊരു പാട്ടാണ്. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളൊക്കെയും നമ്മുടെ കൂടെ ഇല്ലേ? ഓക്കെ. പിന്നെ അടുത്തത് വേറൊരു ജോണറാണ്. ഈ പാട്ട് എഴുതിയത് AES പുതിയകാവ് എന്ന ഇളനിക്കൽ അയ്യപ്പൻ മകൻ സുബ്രഹ്മണ്യൻ എഴുതിയ പാട്ട്. ഇത് മണ്ഡലകാലമാണ്, നമുക്കൊക്കെ അറിയാം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെയും ശബരിമലയ്ക്ക് പോകുന്ന സമയം. ഈ പാട്ടിൽ നമ്മൾ നേരത്തെ ഇച്ഛയും നാരായണ ഗുരുവും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥ, അതുപോലെ തന്നെ മീരാബായിയും ഫത്തേ അലി ഖാൻ സാബും തമ്മിലുള്ളൊരു ബന്ധം, ഇതുപോലുള്ള ഒരു ബന്ധമാണ് ഈ പുരാവൃത്തങ്ങളിലും ഈ പൗരാണിക ശീലുകളിലുമുള്ളത്. ഇത് അയ്യപ്പനും വാവരും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥയാണ്. നമ്മുടെ സുഹൃത്തുക്കൾ ഈ അയ്യപ്പ ദർശനത്തിന് പോകുന്ന സമയത്ത് വാവരുടെ പള്ളിയിൽ പോയിട്ടാണ് അങ്ങോട്ട് പോകാറുള്ളത്. നമുക്കൊക്കെ അറിയാം. ഇപ്പം രണ്ട് ജ്ഞാനികളുടെ സൗഹൃദത്തിൻ്റെ കഥയാണ് നമുക്കതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പം അതേക്കുറിച്ചുള്ള ഒരു പാട്ടാണ്. ഈ പാട്ടിൻ്റെ മുമ്പ് വേറൊരു കാര്യം, ഹാജി അബ്ദുൾ റസാഖ് മസ്താൻ്റെ ഒരു വരിയുണ്ട്. അതിങ്ങനെയാണ്: വാവര് സ്വാമിക്ക് ബാഹൂത്ത് കാട്ടി, വാവര് സ്വാമിക്ക് ബാഹൂത്ത് കാട്ടി, ബദറുൽ ഹുദ എന്ന ബഹുമാനം നാട്ടി, ചിങ്കാര കാഞ്ഞിര മുറ്റത്ത് നാട്ടി, ശബരിമലയിൽ വിളക്കൊന്ന് കാട്ടി. പാത്തുമ്മ പെറ്റ വാവർ മകനും ഒത്ത വിദ്യകൾ ഗ്രഹിച്ചു. പാത്തുമ്മ പെറ്റ വാവർ മകനും ഒത്ത വിദ്യകൾ ഗ്രഹിച്ചു. മുത്തായ മോനോട് ഉമ്മ അന്ന് മുത്തേ നിനക്കിനി എന്തോന്ന് വേണ്ടു. പാത്തുമ്മ പെറ്റ വാവർ മകനും ഒത്ത വിദ്യകൾ ഗ്രഹിച്ചു. മുത്തായ മോനോട് ഉമ്മ അന്ന് മുത്തേ നിനക്കിനി എന്തോന്ന് വേണ്ടു. പാത്തുമ്മ പെറ്റ വാവർ മകനും ഒത്ത വിദ്യകൾ ഗ്രഹിച്ചു. ചപ്പലു വേണം, കോപ്പുകൾ വേണം, ഇപ്പോഴെന്നും മാപ്പിക്ക വേണം. കപ്പലു വേണം, കോപ്പുകൾ വേണം, ഇപ്പോഴെന്നും മാപ്പിക്ക വേണം. അപ്പോഴാവും നാട് നൽകി പിന്നെ തൊപ്പിയും കുപ്പായം തൊടുപീരണ്ടി. വേണ്ടതൊക്കെയും കപ്പലിലാക്കി, വേണ്ട വേഗതേ കപ്പലേറി. വേണ്ടതൊക്കെയും കപ്പലിലാക്കി, വേണ്ട വേഗതേ കപ്പലേറി. താണ്ടി പൂരിച്ചേറി കപ്പൽ അന്ന് വാങ്ങിന്റെ നേരത്ത് തിരത്തണഞ്ഞു. പാത്തുമ്മ പെറ്റ വാവർ മകനും ഒത്ത വിദ്യകൾ ഗ്രഹിച്ചു.
സുബ്ഹാനല്ലാഹ്. പള്ളിയിൽ ചെന്ന് നിസ്കാരം നടത്തി ഉള്ളിലോർത്തുടൻ പോന്നു പുറത്ത്. പള്ളിയിൽ ചെന്ന് നിസ്കാരം നടത്തി ഉള്ളിലോർത്തുടൻ പോന്നു പുറത്ത്. പച്ചക്കൂതിര മേലേറി അന്ന് തട്ടൊത്ത ഭൂതലെ പായുന്ന നേരം ആലപ്പുറത്ത് അയ്യനും വന്നു. കപ്പം ചോദിച്ച് ഏറ്റുമുട്ടുന്നു. ആലപ്പുറത്ത് അയ്യനും വന്നു. കപ്പം ചോദിച്ച് ഏറ്റുമുട്ടുന്നു. വർഷങ്ങൾ നിരവധി നീങ്ങി ആരും തോറ്റില്ല ജയിച്ചില്ല. നേരത്തന്ന് പാത്തുന്ന പെറ്റ വാവ മകനും ഒത്ത വിദ്യകൾ തീർത്തു ഗ്രഹിച്ചു. വിശ്വരൂപം അയ്യനും കാട്ടി വീണു വണങ്ങി വാവരു സ്വാമി. വിശ്വരൂപം അയ്യനും കാട്ടി വീണു വണങ്ങി വാവരു സ്വാമി. വാവരെ ഇനി നമ്മളോട് ലോകം പാലിക്കാൻ നാം വേണം. ഒന്നിച്ചൊന്നായി അയ്യൻ വലത്ത് വളരുന്നു. വാവരു സ്വാമി കാത്തരുളേണം. അയ്യൻ വലത്ത് വളരുന്നു. വാവരു സ്വാമി കാത്തരുളേണം. കൈയോഴി എല്ലാവരിന്ന് സ്വാമി അയ്യപ്പ സ്വാമിയുടെ ഇഷ്ടപ്രിയനെ പാത്തുന്ന പെറ്റ വാവ മകനും ഒത്ത വിദ്യകൾ തീർത്തു ഗ്രഹിച്ചു. പാത്തുന്ന പെറ്റ വാവ മകനും ഒത്ത വിദ്യകൾ തീർത്തു ഗ്രഹിച്ചു. മുത്തായ മോനോട് ഉമ്മ അന്ന് മുത്തേ നീലക്കിഴി എന്തോന്നു വേണം. പാത്തുമ്മ പെറ്റ വാവ മകനും ഒത്ത വിദ്യകൾ തീർത്തു ഗ്രഹിച്ചു. പാത്തുമ്മ പെറ്റ വാവ മകനും ഒത്ത വിദ്യകൾ തീർത്തു ഗ്രഹിച്ചു. മുത്തായ മോനോട് ഉമ്മ അന്ന് മുത്തേ നീലക്കിഴി എന്തോന്നു വേണ്ടു. പാത്തുമ്മ പെറ്റ വാവ മകനും ഒത്ത വിദ്യകൾ തീർത്തു ഗ്രഹിച്ചു. പാത്തുമ്മ പെറ്റ വാവ മകനും ഒത്ത വിദ്യകൾ തീർത്തു ഗ്രഹിച്ചു. ഒത്ത വിദ്യകൾ തീർത്തു ഗ്രഹിച്ചു. ഒത്ത വിദ്യകൾ തീർത്തു ഗ്രഹിച്ചു. ഇനി നമ്മൾ വേറൊരു രീതിയിലേക്ക് പോവാം. ഇപ്പോൾ മേരെ രഷ്കെ കമർ എന്നൊരു പാട്ട് ഫത്തേ അലി ഖാൻ സാഹിബിൻ്റെ പാട്ട്. അപ്പം അതിൻ്റെ ഒരു ചിത്രീകരണമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിപ്പോൾ നമ്മൾ ഈ പറയുന്ന അർത്ഥത്തിലുള്ള ചിത്രീകരണമൊന്നുമല്ല കണ്ടിട്ട്. ഇത് നേരെ തിരിച്ചിടുന്ന ഒരു രീതി ഇത്തരം പാട്ടുകൾ പ്രചാരത്തിലുള്ള ചില സ്ഥലങ്ങളിലുണ്ട്. ഏത് പാട്ടുകളും ഇത്തരം പെർസ്പെക്റ്റീവുകളുമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു രീതിയായിട്ട് പാട്ടുകളെ കണ്ടെടുക്കുന്ന ഒരു രീതി. നേരത്തെ കൃഷ്ണബോധത്തെക്കുറിച്ച് പറഞ്ഞു. മറയെ മാറ്റിയിട്ട് ആ രഹസ്യത്തെ കാണുക. എന്നാൽ എല്ലാവരുടെ മുമ്പിലും ആ രഹസ്യത്തെ തുറന്നു കാണിക്കാൻ പറ്റില്ല എന്ന് ഗുരുക്കന്മാർ പറയും. സമയമുണ്ടല്ലോ, ഞാൻ ചെറിയൊരു സൂഫി കഥ പറയാം. ഒരു മഹാനായ സൂഫി, അദ്ദേഹത്തോട് ദൈവം പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന് ഒരു വെളിപാട് വരികയാണ്. ദൈവം അദ്ദേഹത്തോട് പറയുകയാണ്, നിന്നെ ഈ ആളുകളൊക്കെ എത്രയും ആദരിച്ച് കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, നിന്റെ തനി നിറം ഞാനെങ്ങാനും, നിന്റെ മനസ്സിൻ്റെ ആ തനി നിറം ഞാൻ ഈ ലോകർക്കെങ്ങാനും വെളിപ്പെടുത്തിയാൽ നിന്നെ ആദരിക്കാൻ ഇവിടെ ഒരു കുട്ടിയെയും കിട്ടൂല കേട്ടോ. അപ്പം ഇദ്ദേഹം ദൈവത്തോട് അങ്ങോട്ട്, നിന്റെ കാരുണ്യത്തിൻ്റെ രഹസ്യമെങ്ങാനും ഞാനിവിടെ വെളിപ്പെടുത്തിയാൽ
നിന്റെ പ്രണയത്തിൻ്റെ ആഴമെങ്ങാനും ഞാനിവിടെ വെളിപ്പെടുത്തിയാൽ പിന്നെ നിന്നെ പേടിച്ച് ആരാധിക്കാൻ ഇവിടെ ആരെയും കിട്ടൂല കേട്ടോ. ഒരു കഥയാണ് ഇത്, ഒരു സൂഫികളുടെ അനുഭവമാണ്. പൊരുളറിയുന്നവർക്ക് ഇതിലെമ്പാടുമുണ്ട്. മറ തുറക്കണ്ട. ഈ പാട്ട് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ ഇതിൻ്റെ സൂഫിയാന കാഴ്ച പറയാം. മറയ്ക്കുള്ളിൽ തന്നെ രഹസ്യമിരുന്നോട്ടെ. അഥവാ ആ മറയെങ്ങാനും ഞാൻ അറിയാതെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രണയപ്പൊരുളായ ദൈവമേ, നീ എന്നോട് ക്ഷമിക്കണമേ. ഇനി പാട്ടൊന്ന് കേട്ടു. पर्दे में रहने दो, पर्दा ना उठाओ, पर्दे में रहने दो, पर्दा ना उठाओ, पर्दा जो उठ गया तो बे खुल जाएगा। अल्लाह मेरी तौबा, अल्लाह मेरी तौबा, अल्लाह मेरी तौबा, अल्लाह मेरी तौबा। पर्दे में रहने दो, पर्दा ना उठाओ, पर्दे में रहने दो, पर्दा ना उठाओ, पर्दा जो उठ गया तो बे खुल जाएगा। अल्लाह मेरी तौबा, अल्लाह मेरी तौबा, अल्लाह मेरी तौबा, अल्लाह मेरी तौबा। क्या बात है सर। हुस्न जब बेनकाब होता है, वो समा लाजवाब होता है। हुस्न जब बेनकाब होता है, वो समा लाजवाब होता है। खुद को खुद की खबर नहीं रहती, खुद को खुद की खबर नहीं रहती। होश वाला भी, होश वाला भी होश खोता है। हाय पर्दे में रहने दो, पर्दा ना उठाओ, पर्दे में रहने दो, पर्दा ना उठाओ, पर्दा जो उठ गया तो बे खुल जाएगा। अल्लाह मेरी तौबा, अल्लाह मेरी तौबा, अल्लाह मेरी तौबा, अल्लाह मेरी तौबा।
अल्लाह मेरी तौबा, 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 अल्लाह मेरी तौबा. അടുത്ത കെ എച്ച് താനൂരിൻ്റെ ഒരു പാട്ട് പാടാം. നമുക്ക് അല്ലാ മേരി തൗബ. തൗബ ഇത്ര കൈകൊട്ടി ആർത്തുല്ലസിച്ച് ആനന്ദ നൃത്തം ചവിട്ടി തൗബ എന്ന് പറയുന്ന രീതി സൂഫിയാന കോൺസെപ്റ്റിൽ മാത്രമേ ഉണ്ടാവൂ. തൗബ എന്നാൽ മടക്കമാണ്. ഒരു കുഞ്ഞുവാവ തൻ്റെ ഉമ്മയുടെ മടിത്തട്ടിലേക്ക് പാഞ്ഞു ചെല്ലുന്നത് എவ்விധമാണോ അതുപോലെയാണ് തൗബ എന്ന് പറയുന്നത്. ദൈവക്കച്ചവടക്കാർ തൗബയെ ഒരു മഹാസംഭവമാക്കി ആളുകൾക്ക് തന്നെ പേടിയുള്ള ഒരു സാധനമാക്കി മാറ്റി. തൗബയുടെ ചില ഗൗരവമൊക്കെ ചില ആളുകൾ പറയുന്നത് കേട്ടാൽ പിന്നെ തൗബ തന്നെ തോന്നൂല എന്ന മാതിരി. ഇത് ആനന്ദമാണ്. അവൻ അടുത്തുണ്ട് എന്നതിനേക്കാൾ വലിയ ഒരു സ്വർഗമേതാണ്? ആ വിചാരമില്ലാത്ത അവസ്ഥ അതിനേക്കാൾ വലിയ ഒരു നരകം ഏതാണ്? ഏത് സമയവും നീ നിന്റെ ജീവിതത്തെ ദിവ്യപ്രണയത്തിൽ നിർഭരമാക്കി നോക്ക്. എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് എല്ലാം ഒഴിഞ്ഞ് അവസാനം വേണം ദൈവത്തിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ, ആരാധന ചെയ്യാൻ എന്നത് വിഡ്ഢികളുടെ വിചാരമാണ്. നീ എവിടെയാണോ ഉള്ളത് അത് ധ്യാനപ്രണയത്തിലാക്കുക. അത് തന്നെയാകുന്നു ഇബാദത്ത് എന്ന് പറയുന്നത്. എല്ലാം കഴിഞ്ഞ് അതായേക്കാം എന്ന വിചാരത്തെ നീ ഉപേക്ഷിച്ചേക്കുക. ആവതുണ്ടാകും കാലം, ആവതുണ്ടാകും കാലം, അല്ലനില്ലാത്ത നേരം അല്ലാഹനെ ഓർക്കുവാനായി മറക്കല്ലേ നിന്റെ ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി. അല്ലാഹനെ ഓർക്കുവാനായി ധരിക്കല്ലേ നിന്നെ പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ. ആവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം, ആവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അല്ലാഹനെ ഓർക്കുവാനായി മറക്കല്ലേ നിന്റെ ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി. ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി. അല്ലാഹനെ ഓർക്കുവാനായി ധരിക്കല്ലേ നിന്നെ പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ.
കള്ളി. കാണുന്ന ഒരു തുള്ളി നീങ്ങുമോ തെള്ളി തെള്ളി, നീങ്ങുമോ തെള്ളി തെള്ളി. ഒരൊറ്റ തുള്ളി. നീ ഒരു ബീജത്തുള്ളിയല്ലേ? നിന്റെ തുടക്കം ഒരു ബീജത്തുള്ളിയിൽ നിന്നല്ലേ? ആ ബീജത്തുള്ളി എത്ര നിസ്സാരമാണ്. പുറപ്പെട്ടാൽ കുളിക്കേണ്ടി വരുന്ന നിസ്സാരമായ ഒരു തുള്ളിയല്ലേ നിന്റെ തുടക്കം? ആ ബീജത്തുള്ളിക്ക് കാഴ്ചയുണ്ടോ? ആ ബീജത്തുള്ളിക്ക് കേൾവിയുണ്ടോ? ആ ബീജത്തുള്ളി സംസാരിക്കുമോ? ആ ബീജത്തുള്ളിക്ക് ജീവനുണ്ടോ? ആ ബീജത്തുള്ളിക്ക് ഉദ്ദേശമുണ്ടോ? നീയും ഒരു ബീജത്തുള്ളിയാണ്. നിനക്ക് സ്വന്തമായിട്ട് കാഴ്ചയോ കേൾവിയോ ബോധമോ ജീവനോ ഒന്നുമില്ല. അത് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് തോന്നുകയാണ് എൻ്റെ ജീവൻ, എൻ്റെ കാഴ്ച, എൻ്റെ സംസാരം എന്നൊക്കെ. എവിടെ നിനക്കതൊക്കെ? നിന്റെ സംസാരം, നിന്റെ കാഴ്ച ഇതൊക്കെ നിന്റേതായിരുന്നെങ്കിൽ നിനക്കത് പിടിച്ചു വെക്കാൻ പറ്റും. പിടിച്ചു വെക്കാൻ പറ്റുന്നില്ലല്ലോ. എപ്പ വേണമെങ്കിലും നിന്റെ അനുവാദമില്ലാതെ ഇതൊക്കെയും നഷ്ടപ്പെടാം. അപ്പൊ അതിൻ്റെ അർത്ഥം അത് നിന്റേതല്ല എന്നാണ്. നിനക്കൊന്നും സ്വന്തമായിട്ടില്ല. ആലോചിച്ചാൽ ഒന്നും നിന്റെ സ്വന്തമല്ല. ഒക്കെ മാഞ്ഞു പോകാനുള്ളതാണ്. നിനക്കുണ്ടെന്ന് വിചാരിക്കുന്നതിനെയൊക്കെ മാറ്റി നിർത്തിയാൽ നീ എത്ര നിസ്സാരനാണ് എന്ന് നിനക്ക് മനസ്സിലാകും. കാണുന്ന ഈ ഒരു തുള്ളി നീങ്ങുമോ തെള്ളി തെള്ളി. കാണുന്ന ഈ ഒരു തുള്ളി നീങ്ങുമോ തെള്ളി തെള്ളി. ആകെ നീ നിന്നെ തള്ളി കാണാത്തതെന്താ കള്ളി. ആകെ നീ നിന്നെ തള്ളി കാണാത്തതെന്താ കള്ളി. കാണുന്ന ഈ ഒരു തുള്ളി നീങ്ങുമോ തെള്ളി തെള്ളി. ആകെ നീ നിന്നെ തള്ളി കാണാത്തതെന്താ കള്ളി. ആകെ നീ നിന്നെ തള്ളി കാണാത്തതെന്താ കള്ളി. പട്ടിൽ പൊതിഞ്ഞനുരാഗം, പട്ടിൽ പൊതിഞ്ഞനുരാഗം കൂടുവീടാത്ത നേരം. പട്ടിൽ പൊതിഞ്ഞനുരാഗം കൂടുവീടാത്ത നേരം. കാണുക നീ പതിവായി നിന്നെ താങ്ങി തലോടിക്കൊണ്ട് താളത്തിടാതെ കണ്ട്. താങ്ങി തലോടിക്കൊണ്ട് താളത്തിടാതെ കണ്ട്. പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ. സ്വന്തം ചലിക്കുന്നതായിട്ടൊന്നും ധരിക്കല്ലേ. क्या बात। അറ്റമില്ലാ പരലോകം ഉറ്റുനോക്കാത്തൊരു പാവം. അറ്റമില്ലാ പരലോകം ഉറ്റുനോക്കാത്തൊരു പാവം. രക്ഷകാന്തി തരുബോധം കേയച്ചിലും വരുമേ. രക്ഷകാന്തി തരുബോധം കേയച്ചിലും വരുമേകം. എഴുതിയത് KH താനൂരാണ്. അപ്പം അദ്ദേഹം പറയാണ്, രക്ഷക നീ തരു ബോധം. എന്താണ് ബോധം?
നമ്മളുണ്ടെന്നത് നമ്മുടെ ബോധമാണ് സുഹൃത്തുക്കളെ. ബോധമില്ലാത്ത എത്ര മനുഷ്യരുണ്ട് ലോകത്തിൽ. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ബോധമില്ലാത്ത ആളുകൾ. താനുണ്ടെന്ന ബോധമേ ഇല്ല. അപ്പോൾ നമുക്ക് നമ്മളുണ്ടെന്ന ബോധം എത്ര വലിയ അത്ഭുതമാണ്. ഇന്നലെ വരെ അയാൾക്ക് കണ്ണൊക്കെ കണ്ടിരുന്നു, ഇന്ന് രാവിലെ കണ്ണ് കാണുന്നില്ല. അത് വലിയ അത്ഭുതമായി എന്നാണ്. അതിലല്ലല്ലോ അത്ഭുതം. ഇന്നലെ വരെ കണ്ടതിലല്ലേ അത്ഭുതം. നിങ്ങൾക്കിപ്പോൾ കണ്ണ് കാണുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ആ അത്ഭുതത്തിലൊന്നായി നോക്ക്. കാണുന്നുണ്ടല്ലോ, നിറം, പച്ച, മഞ്ഞ, ചുവപ്പ്, സദസ്സ്, ഇതൊക്കെ എനിക്ക് കാണുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ആ കാഴ്ച നിന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴാണോ അതാ പ്രണയപ്പൊരുളായ ദൈവം അത് നിർത്തുന്നത്, ആ സമയം അന്ധത എന്ന നിന്റെ ഒറിജിനാലിറ്റി അപ്പോൾ വെളിപ്പെടും. എന്നാൽ അതൊന്നും കാണിക്കാതെ കാഴ്ചയെന്ന പുതപ്പിട്ട് മൂടി പ്രണയപ്പൊരുളായ റബ്ബ് നിന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. നിങ്ങളിങ്ങനെ നടക്കുന്നു. ആ നടത്തം എപ്പോൾ വേണമെങ്കിലും നിൽക്കാം. നമ്മൾ കേൾക്കാറുണ്ട്, ഇന്നലെ വരെ ഒരു പ്രശ്നം ഉണ്ടായില്ല, ഇന്ന് പെട്ടെന്ന് കുഴഞ്ഞു വീണുപോയി, ഒരു പ്രശ്നവുമില്ല. അപ്പം അത്ഭുതം കൊണ്ട് ചോദിക്കാം, പ്രഷർ ഉണ്ടായിരുന്നു, ഒന്നുമില്ല, പെട്ടെന്ന് അങ്ങോട്ട് വീണുപോയി. ആരാണ് വീണുപോകാതെ നിന്നെ നിലനിർത്തുന്നത്? വീഴുമ്പോൾ അത്ഭുതപ്പെടാതെ, വീഴാതിരിക്കുമ്പോൾ ആ പ്രണയത്തിൽ ആറാടി ആനന്ദിച്ചു നോക്ക്. അറ്റമില്ലാ പല ലോകം, ഉറ്റുനോക്കാത്തൊരു പാവം. അറ്റമില്ലാ പല ലോകം, ഉറ്റുനോക്കാത്തൊരു പാവം. രക്ഷകാ നീ തരുബോധം, കേയച്ചിലും വരുവേഗം. രക്ഷകാ നീ തരുബോധം, കേയച്ചിലും വരുവേഗം. അറ്റമില്ലാ പല ലോകം, ഉറ്റുനോക്കാത്തൊരു പാവം. രക്ഷകാ നീ തരുബോധം, കേയച്ചിലും വരുവേഗം. രക്ഷകാ നീ തരുബോധം, കേയച്ചിലും വരുവേഗം. സ്വർഗലോകത്തിനു വേണ്ടി, സ്വർഗലോകത്തിനു വേണ്ടി ഓടുന്നു ജോറിലായി. സ്വർഗലോകത്തിനു വേണ്ടി ഓടുന്നു ജോറിലായി. വാഴുന്നതോ എതിരായി. നിന്നെ താങ്ങിത്തലോടിക്കൊണ്ട് താഴത്തിടാതെ കണ്ട്, താങ്ങിത്തലോടിക്കൊണ്ട് താഴത്തിടാതെ കണ്ട്, പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ. സ്വന്തം ചലിക്കുന്നതായിട്ടൊന്നും ധരിക്കല്ലേ. ആവതുണ്ടാകും കാലം, അല്ലലില്ലാത്ത നേരം. ആവതുണ്ടാകും കാലം, അല്ലലില്ലാത്ത നേരം. അല്ലാഹനെ ഓർക്കുവാനായി മറക്കല്ലേ. നിന്റെ ഇല്ലായ്മയെല്ലാം നീങ്ങി, ഇല്ലം ഉഷാറിൽ പൊങ്ങി. ഇല്ലായ്മയെല്ലാം നീങ്ങി, ഇല്ലം ഉഷാറിൽ പൊങ്ങി. അല്ലാഹനെ ഓർക്കുവാനായി ധരിക്കൽ